ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, IEOയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി വരുന്ന കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിലെ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ഫൗണ്ടേഷൻ എന്നീ 2 ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡാം പ്രൂഫ് കോഴ്സ് അഥവാ DPC ഈസ് മെയിൻലി ലെയ്ഡ് ഓൺ ഫൂട്ടിംഗ്, ഫ്ലോർ, ഫൗണ്ടേഷൻ, പ്ലിന്ത്. ഈ ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ ബിൽഡിങ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് മണ്ണിൽ നിന്നുള്ള, അതായത് ഗ്രൗണ്ട് സർഫസിൽ വരുന്ന ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷന് ചുറ്റുമുള്ള മണ്ണിൽ നിന്നും ഈർപ്പം മുകളിലേക്ക് റൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ ലേ ചെയ്യുന്നത് പ്ലിന്തിൻ്റെ മുകളിലായിട്ടാണ്. കാരണം പ്ലിന്തിന് മുകളിലോട്ട് നമുക്ക് വാൾസ്, മിക്കവാറും ബ്രിക്കായിരിക്കും, ബ്രിക്കിൻ്റെ വാൾസ് വരുമ്പോൾ ഈ വാൾസിലേക്ക് ഈർപ്പം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലിന്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D, പ്ലിന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് അബവ് ദ പ്ലിന്ത് ലെവൽ. ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മൾ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ പ്ലിന്തിന് മുകളിലോട്ടുള്ള പോർഷനെയല്ല നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. പ്ലിന്തിന് താഴോട്ടുള്ള പോർഷൻ സബ് സ്ട്രക്ചർ, ഫൗണ്ടേഷനൊക്കെ ഈ സബ് സ്ട്രക്ചറിലാണ് വരുന്നത്. സൂപ്പർ സ്ട്രക്ചറിലാണ് നമുക്ക് വാൾസ്, അതേപോലെ റൂഫ്, ഇതെല്ലാം സൂപ്പർ സ്ട്രക്ചറിലാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A, സൂപ്പർ സ്ട്രക്ചർ. Dash are structural members designed to carry and transverse loads across space to support elements. ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ, അതായത് ഒരു ബിൽഡിങ്ങിൽ, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ പല എലമെൻറ്റ്സ് ഉണ്ട്. ബീംസ് ഉണ്ട്, കോളംസ് ഉണ്ട്, സ്ലാബ്സ് ഉണ്ട്. ഇതെല്ലാം ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ വെർട്ടിക്കൽ ലോഡ്സ് താഴേക്ക് ക്യാരി ചെയ്യുന്ന മെമ്പേഴ്സാണ് കോളംസ്. ട്രാൻസ്വേഴ്സ് ലോഡ്സിനെ ക്യാരി ചെയ്യുന്ന മെമ്പേഴ്സാണ് ബീംസ്. ഈ ബീംസ് ആണ് ഈ ട്രാൻസ്വേഴ്സ് ലോഡിനെ ബീംസിൻ്റെ അറ്റത്ത് വരുന്ന കോളംസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. കോളംസ് ഇത് താഴെയുള്ള ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്വേഴ്സ് ലോഡ്സിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A, ബീംസ്. വാട്ട് ഷുഡ് ബി ദ ആവറേജ് ഹൈറ്റ് ഓഫ് പ്ലിന്ത്? പ്ലിന്തിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കണം? ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കൂടുതലും ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്ലിന്തിൻ്റെ ഹൈറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നത്. യൂഷ്വലി നമ്മൾ പറയുമ്പോൾ പ്ലിന്തിൻ്റെ ഹൈറ്റ് യൂഷ്വലി നമ്മൾ 45 സെൻറ്റിമീറ്റേഴ്സ് ഓർ 450 mm ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C, 300 to 450 mm. ഇപ്പോൾ റേഞ്ച് തന്നിട്ടില്ല എങ്കിൽ 450 ഓപ്ഷനിൽ വന്നിട്ടുണ്ട് എങ്കിൽ 450 തന്നെ ചൂസ് ചെയ്യണം. വാട്ട് ഈസ് ദ ലെവൽ ബിലോ ദ വിൻഡോ കോൾഡ്? വിൻഡോയുടെ പാർട്സ് നമ്മൾ പഠിക്കാൻ നേരം അതിൻ്റെ താഴെ വരുന്ന, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലെവലിനെ നമ്മൾ സിൽ ലെവൽ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ വിൻഡോയുടെ താഴെ വരുന്ന ഈ ഒരു ലെയറിനെയാണ് നമ്മൾ സിൽ എന്ന് വിളിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C, സിൽ ലെവൽ. റാങ്കൈൻസ് ഫോർമുല ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്സ് ഓഫ് ദ ബിൽഡിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫൗണ്ടേഷൻ എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റാങ്കൈൻസ് ഫോർമുല എന്ത് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റാങ്കൈൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എത്ര വേണം എന്നത്, മിനിമം ഇത്രയെങ്കിലും പ്രൊവൈഡ് ചെയ്യണം എന്നത് നമുക്ക് തരുന്നത് റാങ്കൈൻസ് ഫോർമുലയാണ്.
Correct answer option B, minimum depth of foundation. The foundation of the superstructure is designed for shear failure of soil, compression failure of soil, bending failure of soil, tension failure of soil. ഇപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ലോഡ് താഴെയുള്ള ഫൗണ്ടേഷൻ അതിന് ചുറ്റുമുള്ള സോയിലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ സോയിൽ ഫെയിൽ ആകാതിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പം അധികം ലോഡൊന്നും ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത സോയിലിനെയാണ് ലോ ബെയറിംഗ് കപ്പാസിറ്റി സോയിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സോയിൽസ് വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ വലിയ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത്. അപ്പോൾ സോയിലിന് ഉണ്ടാകാവുന്ന ഫെയിലിയർ ഏത് ടൈപ്പ് ഫെയിലിയർ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ കേസിൽ, അതായത് ലോഡ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ നമുക്ക് സോയിലിന് വരുന്നത് ഷിയർ ഫെയിലിയർ ആണ്. ഷിയർ ഫെയിലിയർ സംഭവിക്കുമ്പോഴാണ് സോയിലിന് ഫൗണ്ടേഷൻ്റെ വെയിറ്റ് താങ്ങാൻ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് താങ്ങാൻ പറ്റാതെ വരുന്നതും ഈ വീടുകളൊക്കെ ഇടിഞ്ഞ് താഴുന്നു, സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. സോയിലിന് ഷിയർ ഫെയിലിയർ സംഭവിക്കുമ്പോഴാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഷിയർ ഫെയിലിയർ ഓഫ് സോയിൽസ്. സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ ഇസ് നോൺ ആസ്. ഓക്കെ, നമുക്ക് പല ടൈപ്പ് ഫൂട്ടിങ്സ് ഉണ്ട്, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. അതിൽ ഷാലോ ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന സബ് കാറ്റഗറിയാണ് ഈ സ്പ്രെഡ് ഫൂട്ടിങ്. ഇപ്പോൾ സ്പ്രെഡ് ഫൂട്ടിങ് നമ്മളൊരു വാളിൻ്റെ അണ്ടറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് വാൾ എവിടെയൊക്കെ പോകുന്നോ അതിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഈ സ്പ്രെഡ് ഫൂട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട് ഇതൊരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന വാളാണ്. ഈ വാൾ എവിടെയൊക്കെ പോകുന്നോ അതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമ്മളൊരു പർട്ടിക്കുലർ വിഡ്ത്തിൽ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. The foundation provided below a heavily loaded steel column on a soil of low bearing capacity is. ഇവിടുത്തെ കീ വേർഡാണ് സ്റ്റീൽ കോളം എന്നുള്ളതും ലോ ബെയറിംഗ് കപ്പാസിറ്റി സോയിൽ എന്നുള്ളതും. ഇപ്പോൾ സ്റ്റീൽ കോളം കാണുവാണെങ്കിൽ മിക്ക കേസിലും സ്റ്റീൽ കോളത്തിന് അണ്ടറിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഈ കീ വേർഡ് സ്റ്റീൽ കോളം എന്ന് കാണുവാണെങ്കിൽ ഓപ്ഷൻസിൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാം, അത് കറക്റ്റ് ആൻസർ ആയിരിക്കും. നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഐസൊലേറ്റഡ് കോളം ഫൂട്ടിംഗ്, റാഫ്റ്റ് ഫൗണ്ടേഷൻ, സ്ട്രിപ്പ് ഫൂട്ടിംഗ്. ഇപ്പോൾ യൂഷ്വലി സ്റ്റീൽ കോളംസിന് അണ്ടറിൽ നമ്മൾ സ്റ്റീൽ കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെവി ലോഡ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ ഇതിന് അണ്ടറിൽ എപ്പോഴും ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഇവിടെ മുകളിൽ നമുക്ക് സ്റ്റീൽ കോളം കാണാം, അതിന് താഴെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ തന്നെ മെമ്പേഴ്സ് ഐ സെക്ഷനൊക്കെ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന, റോൾ സ്റ്റീൽ സെക്ഷൻസ് വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷനെയാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. Grillage foundation is constructed by mild steel beam sections. Grillage foundation is a deep foundation. Grillage foundation is a shallow foundation. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നതാണ്. ഈ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ തന്നെ പല സെക്ഷൻസ് വരും, ചാനൽ സെക്ഷൻസ്, ഐ സെക്ഷൻസ്. അപ്പോൾ ഇതിനെയാണ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫിഗറിൽ കാണിച്ച കൂട്ട് തന്നെ നമുക്ക് സ്റ്റീൽ സെക്ഷൻസ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇതേപോലത്തെ റോൾഡ് സെക്ഷൻസ് ആയിരിക്കും, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റുകളായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ മൈൽഡ് സ്റ്റീൽ ബീം സെക്ഷൻസ്. അപ്പോൾ ബീം സെക്ഷൻ ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. അപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ ബീം സെക്ഷൻസ് യൂസ് ചെയ്തും ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാം. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഇസ് എ ഡീപ്പ് ഫൗണ്ടേഷൻ. ഇത് തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസിൻ്റെ പല ടൈപ്സും പഠിക്കുന്നതിൽ വരുന്നതാണ് ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇൻകറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. Grillage foundation is a deep foundation. The type of foundation consisting of a RCC slab covering the entire area in plan is. ഇപ്പോൾ ചില ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം നമ്മൾ ഓരോ കോളത്തിൻ്റെ അടിയിലും ഇൻഡിവിജ്വലായിട്ട് കോളംസ് പ്രൊവൈഡ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ടോട്ടൽ പ്ലാൻ ഏരിയയുടെ 50% കൂടുതലും ഈ ഫൗണ്ടേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഈ നമുക്ക് കോസ്റ്റ് നോക്കുമ്പോൾ ഓരോന്നിനും ഇൻഡിവിജ്വലി ഫൂട്ടിങ് ഇതുപോലെ ഫൗണ്ടേഷൻ കൊടുക്കുന്നതിലും വലിയ കോസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവത്തില്ല, ഒറ്റയ്ക്കൊരു ഒറ്റ സ്ലാബായിട്ട് മൊത്തം ഫൗണ്ടേഷൻ ഒരുമിച്ചങ്ങ് കൊടുക്കുന്നത്.
അല്ലെങ്കിൽ ചില കേസിൽ ഈ ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള, ഇതിൻ്റെ വലിപ്പം കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ ഓരോ കോളത്തിനും കൊടുക്കാതെ ഒരൊറ്റ സ്ലാബായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ വാർക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫൗണ്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ഈ ഒരു ഫിഗറിൽ കാണാം കുറേ കോളംസ് ഉണ്ട്. ഈ കോളംസിനെല്ലാം കൂടെ ഒറ്റ ഒരു സ്ലാബായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കും. ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ കൊടുക്കാതെ ഒറ്റ സ്ലാബായിട്ട് വാർക്കും. അതിനെയാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. The foundation at which a cantilever beam is used for joining the two footings is known as. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട്, അതിനെ തമ്മിൽ ഒരു കാൻറ്റിലിവർ ബീം കൊണ്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഫൗണ്ടേഷൻസിനെ എന്ത് വിളിക്കുന്നു എന്നതാണ്. അതിനെ നമ്മൾ സ്ട്രാപ്പ് ഫൗണ്ടേഷൻ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഫൗണ്ടേഷൻസ് കാണാം, അതിനെ തമ്മിൽ ഒരു കാൻറ്റിലിവർ ബീം വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പം ഒരു ഫൗണ്ടേഷൻ്റെ കൊടുക്കാൻ വേണ്ട അത്രയും വലിപ്പം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാതെ വരും, സൈറ്റിലെ സ്പേസ് ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് കൂടുതലും ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സ്ട്രാപ്പ് ബീം ഇടയ്ക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് വരുന്ന ബീമിനെ എന്ത് വിളിക്കുന്നു എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സ്ട്രാപ്പ് ബീം എന്നാണ് വിളിക്കുന്നത്. ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇസ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ മീൻസ്. എന്താണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ? എ നോർമൽ ഫൗണ്ടേഷൻ വിച്ച് ക്യാൻ റേസ് ആൻഡ് ഫ്ലോട്ട് ഡ്യൂറിംഗ് ഫ്ലഡ്സ്. Foundation floating on water like barges. A foundation in which new loads due to the structure are equal to the weight of the soil removed by excavation. Foundation cannot be floating type under any condition. ഓക്കെ, ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്രത്തോളം സോയിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു, അതായത് എത്രത്തോളം വെയിറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു അത് നമ്മൾ റിമൂവ് ചെയ്തു, അതേ വെയിറ്റ് ഓഫ് മെറ്റീരിയൽ തന്നെ ആയിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഫൗണ്ടേഷനാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ സി ആണ്. Foundation in which new loads due to the structure are equal to the weight of the soil removed by excavation. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സോയിലിൻ്റെ വെയിറ്റ്, എക്സ്കവേറ്റ് ചെയ്ത് കളഞ്ഞ സോയിലിൻ്റെ അത്രയും വെയിറ്റ് തന്നെ വരത്തുള്ളൂ നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഫൗണ്ടേഷൻ്റെ വെയിറ്റ്. അപ്പോൾ അങ്ങനത്തെ, അപ്പോൾ എഫക്റ്റീവ്ലി ഈ ഫൗണ്ടേഷൻ ലെവലിന് താഴെ വരുന്ന സോയിലിന് എക്സ്ട്രാ ലോഡൊന്നും പുതിയതായിട്ട് വരുന്നില്ല ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തത് കാരണം. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഫൗണ്ടേഷനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി. If two individual footings are too close as per design, then they should be converted as mat raft, strap footing, strip raft, combined footing. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഫൂട്ടിങ്സ്, ടു ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് വളരെ ക്ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഏത് ടൈപ്പ് ഫൗണ്ടേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നതാണ്. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റിന് നമ്മൾ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ കോളംസ് അടുത്ത് വരുന്ന കാരണം ഇത് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ, അതായത് എല്ലാ കോളംസിൻ്റെ ഇതേപോലെ കോമൺ ആയിട്ട് എല്ലാം ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷനായിട്ട് അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ഏരിയ എടുക്കാൻ നേരം പ്ലാൻ ഏരിയയുടെ 50% കൂടുതലും ഫൗണ്ടേഷൻ്റെ സൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷനായിട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ക്ലോസ് ആണെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റാമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആയിട്ട് മാറ്റാൻ പറ്റും. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഇവിടെ രണ്ട് കോളംസ് വരുന്നുണ്ട്. ഇതിന് പ്രത്യേകം ഫൗണ്ടേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടിനോട് ഒരുമിച്ച് ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, കമ്പൈൻഡ് ഫൂട്ടിംഗ്. The type of footing in which the load-bearing structures share the common rectangular or trapezoidal footing is called. ഇതും കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ വേറൊരു ടേം, ഒരു ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ഫൂട്ടിങ്സിനൂടെ കോമൺ ആയിട്ട് ഒരു ഫൂട്ടിംഗ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഒന്നെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആകാം അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ഷേപ്പിലും ആകാം. ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട്
രണ്ട് കോളത്തിലും ഒരേ ലോഡാണ് വരേണ്ടത്, ഒരേ വെയിറ്റാണ് ഈ രണ്ട് കോളം ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ഒരേ വീതിയിലുള്ള കമ്പൈൻഡ് ഫൂട്ടിങ് നമുക്ക് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യാം. രണ്ട് കോളത്തിനടിയിലും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ ഫൂട്ടിങ് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഒരു കോളത്തിൽ ലോഡ് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ അത് പ്ലോട്ട് ബൗണ്ടറിയുടെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ എക്സ്റ്റൻഷൻ നമുക്ക് ഫൂട്ടിങ്ങിന് കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ആ പർട്ടിക്കുലർ കോളത്തിന് കണ്ടോ ഇവിടെ വീതി കൂട്ടി കൊടുത്തു, പക്ഷേ പുറത്തോട്ടുള്ള പ്രൊജക്ഷൻ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങും ഏത് ടൈപ്പ് ഫൂട്ടിങ്ങിന് അണ്ടറിലാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കമ്പൈൻഡ് ഫൂട്ടിങ്. ഓപ്ഷൻ സി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.